വളരെ മുമ്പേ തന്നെ 2000 എൻ്റെ ഓർമ്മ ഭഗവത്ഗീത ദൂരദർശൻ TV-യിൽ വന്നപ്പോൾ അന്ന് മുതലേ അദ്ദേഹം സത്യം പറഞ്ഞാൽ ലോക പ്രശസ്തനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ബഹുമാനപൂർവ്വം കേട്ടുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ആക്കിക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ സംവാദം ഗുരു ശിഷ്യൻ തമ്മിലാണ്. വാഗ്വാദം ഒരു പോയിന്റ് നമ്മൾ കറക്റ്റാണോ അല്ലയോ എന്ന് തെളിയിക്കുമ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള വാഗ്വാദം അത് നിങ്ങൾ ചെക്ക് ചെയ്തു. ഭാരതത്തിൽ ഇപ്പം 2 കാര്യങ്ങളാണ് ഒന്ന് സ്ഥാപിക്കാനുള്ളത്. നമ്മുടെ ഈ ഹിന്ദു മതം എന്ന് വിദേശീയർ പേരിട്ട ഹിന്ദു മതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു അവലോകനം. ഞാനും കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി. അതിനുശേഷം ദുബായ് പോയപ്പോഴാണ് ഭഗവത്ഗീതയിലേക്ക് തിരിഞ്ഞത്. സമയമുണ്ട് ഇഷ്ടംപോലെ. ഇസ്കോൺ ഇയർസ് പറഞ്ഞാൽ രജനീഷിൻ്റെ കൂടെയുള്ള പോലെ തന്നെ വെള്ളക്കാരുടെ ഒരു പേക്കൂത്ത് എന്നാണ്. ഞാൻ ബോംബെയിൽ ഹിന്ദുസ്ഥാൻ പെട്ടെടുത്ത് ജോലി 6 കൊല്ലം ഞാൻ ഇസ്കോൺ ടെമ്പിളിൽ പോയിട്ടില്ല. ദുബായിൽ പോയ ശേഷം പിന്നെ ഈ പറഞ്ഞ മാതിരി സമയമുണ്ട്, സത്സംഗം പോയി നോക്കാൻ ചോദ്യോത്തരങ്ങളുണ്ട്. പക്ഷെ അവിടുന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. ഇപ്പം ഏകദേശം 21 വർഷമായി. അപ്പം ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മൾ പൊതുവെ നമ്മളെ കുട്ടിക്കാലം മുതൽ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് ഹിന്ദു മിത്തോളജി. മറ്റു മതങ്ങൾക്ക് മിത്തോളജി ഇല്ല, എല്ലാം സത്യോളജിയാണ്. പക്ഷെ ഇവിടെ മാത്രം ഹിന്ദു മിത്തോളജി. എന്തുകൊണ്ടെന്ന് ഞാൻ അന്ന് ആലോചിച്ചു. ഞാനൊരു ഓഡിറ്ററാണ്, പ്രൊഫഷണലി ഐ എം ഓഡിറ്റർ. ഞങ്ങളപ്പോൾ ഒബ്സർവേഷൻ, അനാലിസിസ്, കളക്ഷൻ ഓഫ് എവിഡൻസ് ആൻഡ് ഒപ്പീനിയൻ, അതിനെ നമ്മൾ ഒരു അഭിപ്രായം കൊടുക്കുള്ളൂ. തെളിവ് വേണം. അങ്ങനെ തെളിവ് നോക്കിയിരിക്കുമ്പോഴാണ് പഠിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. ഭാഗവതത്തിലത്തെ ഒരു ശ്ലോകം 12ാമത്തെ കാണ്ഡം ശുകദേവ മഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷത്തിന്റെ ചോദ്യം, എനിക്ക് ശേഷം ഭാരതത്തിലെ രാജവംശങ്ങളെ എങ്ങനെയായിരിക്കും പ്രജകളുടെ അവസ്ഥ? അതാ അദ്ദേഹത്തിന്റെ ആകാംക്ഷ. മരിക്കാൻ കുറച്ച് മണിക്കൂറുകൾ, തക്ഷകന്റെ കടി കൊള്ളാനായി. അദ്ദേഹം അതിനെപ്പറ്റിയല്ല വ്യാകുലപ്പെടുന്നത്. എനിക്ക് ശേഷം എൻ്റെ പ്രജകളുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ ശുകദേവൻ 12ാമത്തെ സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ എല്ലാ ശ്ലോകങ്ങളും കലിയുഗ രാജവംശങ്ങളെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കത് റെഫർ ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞത് അതേപടി വിശ്വസിക്കണമെന്നില്ല. 37ാമത്തെ ശ്ലോകത്തിലാണ് സ്തബ്ധനായി ഒന്നുകൂടി 2 കൂടെ 3 പ്രാവശ്യം പല പ്രാവശ്യം വായിച്ചു. സിന്ധുസ്ഥടം ചന്ദ്രഭാഗ കൗന്തിം കാശ്മീര മണ്ഡലം ഭോക്ഷ്യന്തി ശൂദ്രവൃത്യാദ്യ മ്ലേച്ഛശ്ച അബ്രഹ്മവർച്ചസ. പാകിസ്ഥാന്റെ ഫോർമേഷനെ പറ്റിയുള്ള ശ്ലോകം. പാകിസ്ഥാന്റെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ സിന്ധുവിന്റെ കരയിലെ രാജ്യങ്ങളെല്ലാം ശൂദ്രവൃത്തി മാത്രമുള്ള മ്ലേച്ഛരായ ബ്രാഹ്മണ്യം തൊട്ട് തെറിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഭുജിക്കുന്നതാണ്. ഭരിക്കുന്ന കൂടിയല്ല, അവർ ഭുജിക്കും. അതിന്റെ കൂടെ തന്നെ 3 സ്ഥലങ്ങൾ വേറെയും പറയുന്നുണ്ട്. കൗന്തിം, ചന്ദ്രഭാഗ, കാശ്മീര മണ്ഡലം. ഇതെല്ലാം ശരിയാണ്. ഇത് 5000 കൊല്ലം മുമ്പ് ഇങ്ങനെ എത്ര വസ്തുനിഷ്ഠമായിട്ട് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി? എങ്ങനെ പ്രവചിച്ചു? ചിന്തിച്ചു. അപ്പൊ അതിനുശേഷം ഭാഗവത്തിൽ 12ാം കാണ്ഡത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണ്. ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കും, വെറും ലൈംഗിക തൃഷ്ണയ്ക്ക് വേണ്ടി മാത്രം, വിവാഹമില്ലാതെ. 5000 കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോ എനിക്ക് തോന്നി നമ്മളുടെ ഇതൊന്നും മിത്തോളജി അല്ല. അപ്പൊ കൂടുതൽ ഇതിനെപ്പറ്റി ഇപ്പൊ ഗൂഗിൾ എന്നുള്ള സാധനമുള്ള റിസർച്ച് ചെയ്യാൻ എളുപ്പമാണ്. സരസ്വതി നദി ഹിന്ദു മിത്തോളജിയിൽ ഉണ്ടായിരുന്നൊരു നദിയാണ്. അപ്പൊ ഇത് കിട്ടി എനിക്ക് ആദ്യത്തെ ഒരു തെളിവ്. ഇത്രയും ഭംഗിയായിട്ട് കാശ്മീരിനെ പറ്റിയിട്ട്, കാശ്മീരിന്റെ ഓക്യുപ്പേഷൻ, അധിനിവേശം, പാകിസ്ഥാന്റെ പേര് പറഞ്ഞില്ല, കാരണം അന്ന് പാകിസ്ഥാൻ ഇല്ല. പക്ഷെ സിന്ധുവിന്റെ കരയിലെ രാജ്യങ്ങളെല്ലാം. ജമ്മു പറഞ്ഞിട്ടില്ല, വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ജമ്മു പറഞ്ഞിട്ടില്ല. ജമ്മു ഇന്നും വേറെ നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ഓഡിറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നി ഇതിൽ വാസ്തവികതയുണ്ട്. നമ്മൾ വാസ്തവങ്ങളാണ് നോക്കുന്നത്, ഫാക്ട്സ്.
നമുക്ക് ഊഹഭൂഹങ്ങൾ നമ്മൾ നോക്കാറില്ല. ആരൊക്കെ അഭിപ്രായം പറഞ്ഞു അവർ തെളിയിക്കണം, എന്നാലും നമ്മളെ റിപ്പോർട്ടിന്റെ ഭാഗമാക്കണം. അപ്പോ ഈ നദി, സരസ്വതി നദി, ഏത് ക്ഷേത്രത്തിലും പൂജയ്ക്ക് വെള്ളമെടുക്കുമ്പോൾ ആദ്യം പറയുന്നൊരു ശ്ലോകമുണ്ട്, ഗംഗേ ച യമുനേ ചൈവ. അതിൽ സരസ്വതിയുണ്ട്. ഈ സരസ്വതി പോയി. അപ്പോൾ ഭാരതീയ മിത്തോളജിയുടെ ഭാഗമാണ്. അപ്പോൾ സരസ്വതി നദിയെപ്പറ്റി നാസ 1988 മഹത്തായിട്ടൊരു കാര്യം ചെയ്യും. അവര് എല്ലാ രാജ്യങ്ങളുടെയും ടെറൈൻ മാപ്പിംഗ് നടത്തിക്കൊണ്ട് പോയിരുന്നു. എവിടെ എത്ര മിനറൽ ഉണ്ട്, എവിടെ എത്ര ഓയിൽ ഉണ്ട്. 1988 അപ്പൊ അവർ കണ്ടുപിടിച്ചു ഭാരതത്തിൽ ഇങ്ങനൊരു നദി ഒഴുകിയതിന്റെ രേഖ ഭൂമിക്കടിയിലേക്ക് കൂടി കണ്ടുപിടിച്ചു. കൃത്യമായി പറഞ്ഞ ഭാഗവതത്തില് പറഞ്ഞ പോലെ തന്നെയുള്ള അതേപോലെ തന്നെ നദി ഒഴുകിയതൊക്കെ അവർ സ്ഥാപിച്ചു. ഇൻഡയറക്ട്ലി, പരോക്ഷമായി നാസ നമുക്ക് ചെയ്ത വലിയൊരു ഉപകാരമാണ്. അതിന് പുറമെ അവര് രാമസേതുവിന്റെ ഒരു ചിത്രവും ഉപഗ്രഹങ്ങൾ വഴി എടുത്ത് അത് ആഡംസ് ബ്രിഡ്ജ് അവർ പേരിട്ടത്. ഇത് രണ്ടും വളരെ പ്രസക്തമായ തെളിവുകളാണ്. ചരിത്രപരമായി നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഈ മിത്തോളജി എന്നുള്ള പേരെങ്ങനെ വന്നു? വെറും 2000 കൊല്ലത്തെ ഭൂമിയുടെ ലോക ചരിത്രമായിട്ട് വന്ന യൂറോപ്യന്മാർ, അവരാണ് ഈ മിത്തോളജി എന്നുള്ള പേരിട്ടത്. അവരെന്താ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചത്? വെറും സ്പൈസസ് ട്രേഡിന് വേണ്ടി മാത്രം വന്നവരാണ്. കുരുമുളകും ഏലക്കയും അങ്ങനത്തെ സാധനങ്ങൾ, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അറബികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചപ്പോൾ വേറൊരു ട്രേഡ് റൂട്ട് കണ്ടുപിടിച്ച് ഭാരതത്തിലേക്ക്, കേരളത്തിലേക്കാണ് സത്യം പറഞ്ഞത്. നമ്മളെ കേരളം പരശുരാമ ക്ഷേത്രം വളരെ മഹത്താണ്. ലോക ചരിത്രം മാറി ഇവർ പുറത്തേക്ക് ഇറങ്ങി യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ വഴിതെറ്റി അമേരിക്കയിലേക്ക് പോയി. ഇന്നിപ്പോൾ 600 കൊല്ലം മുമ്പ് ഇല്ലാത്തൊരു രാഷ്ട്രം, അവരാണ് തീരുമാനിക്കുന്ന ലോകത്തിന്റെ മുഴുവൻ ഫോറിൻ പോളിസി, ഫിനാൻഷ്യൽ പോളിസി എന്തായിരിക്കണം എന്നുള്ളത്. ഭാരതത്തിൽ വന്ന കക്ഷികൾ എന്താ കണ്ടത്? ഇവിടെ ചെറിയ തുടി മുതൽ യുഗവർണ്ണന വരെയുള്ള വിപുലമായിട്ടുള്ള സംവിധാനം, എത്രയോ മഹത്തായിട്ടുള്ള സംസ്കാരം, അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ യൂറോപ്യൻ ഹിസ്റ്ററി കൂടി വായിക്കണം. പ്രാകൃതരായിരുന്നു യൂറോപ്യന്മാർ, പ്രാകൃതർ. ഇവിടെ വളരെ മഹത്തായിട്ട് ഭാരതീയ രാജാക്കന്മാർക്ക് 6 പ്രത്യേക ധർമ്മങ്ങൾ കൂടെ പറയുന്നുണ്ട്. അവരുടെ പ്രത്യേക ഉത്തരവാദിത്വം അവർ തന്നെ വ്യക്തിപരമായിട്ട് നോക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. എന്താണത്? കുട്ടികളുടെ സംരക്ഷണം, സ്ത്രീകളുടെ സംരക്ഷണം, വൃദ്ധരുടെ സംരക്ഷണം, പിന്നെ ബ്രാഹ്മണരുടെ സംരക്ഷണം, പശുക്കളുടെ സംരക്ഷണം, വേദങ്ങളുടെ സംരക്ഷണം രാജാവിന്റെ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് യൂറോപ്യന്മാർ ഭാരതത്തിൽ വരുന്നതിന് മുൻപ് ലോകത്തിലെ ഏറ്റവും GDP രാജ്യങ്ങളിൽ 2 രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ സമ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടുന്ന് ആരും ദുബായിലല്ലാതെ റുവാണ്ടയിലേക്ക് ആരും ജോലിക്ക് പോകാറില്ല. കാരണം റുവാണ്ട പോയാൽ ചിലപ്പോൾ തലയുണ്ടാവില്ല. പക്ഷെ ദുബായിലേക്ക് എല്ലാവരും പോകുന്നുണ്ട്, അമേരിക്കയിൽ പോകുന്നുണ്ട്. എല്ലാവരുടെയും സമ്പത്തുണ്ട്, അതേപോലെ തന്നെ സംരക്ഷണമുണ്ട്. ഭാരതത്തിലേക്ക് അവർ വന്നു. പക്ഷെ അവർക്കൊരു വിഷമം, അയ്യോ ഞങ്ങൾ ഒരു 2000 കൊല്ലത്തെ ചരിത്രവും പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ യുഗങ്ങളുടെ വർണ്ണനയാണ് പറയുന്നത്. സഹസ്രയുഗ പര്യന്തം അഹര്യ ബ്രഹ്മണോ വിദുഹു രാത്രി യുഗസഹസ്രാന്താം ദേഹോ രാത്ര വിദോ ജനാഹ. ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിലെ ശ്ലോകമാണ്. ആ ബ്രഹ്മ ഭുവനാം ലോകാം പുനരാവർത്തിനോ അർജുന മാമുപേത്തു കൗന്ദേയ പുനർജന്മന വിദ്യതേ. യുഗങ്ങൾ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പുനരാവർത്തനത്തിനെ പറ്റി പറയുന്നു. ഇത് വെറും 2000 കൊല്ലത്തിന്റെ ചരിത്രമായിട്ട് വന്ന ആൾക്കാർ അമ്പലത്തിൽ അവരെന്നിട്ട് തീരുമാനിച്ചു നമുക്കിതിനെ സബ്വേർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തെറ്റാന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ നിലനിൽപ്പിക്കാം. അത് ആദ്യം വന്ന പടയാളികളോ ഭരണാധികാരികളോ അല്ല തീരുമാനിച്ചത്, പിന്നീട് വന്ന ലോഹയുടെ ആൾക്കാരാണ്. അവരെന്നിട്ട് ഒരു സ്പെഷ്യൽ ആൾക്കാരെയും വെച്ചു, ഇൻഡോളജിസ്റ്റുകൾ. അവർ തുടങ്ങി, നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞ അന്ന് തുടങ്ങിയതാണ് ആ പാരവെപ്പ്. എന്നിട്ട് സത്യത്തിന്റെ വിപരീതമായിട്ടൊരു വാക്കുണ്ടാക്കി, മിഥ്യ. സംസ്കൃതത്തിന്റെ മിഥ്യ. എന്നിട്ട് ഇംഗ്ലീഷിൽ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു, മിത്തോളജി. സത്യോളജിയും വേണ്ട, എങ്ങനെയാണെങ്കിൽ മിത്തോളജി വേണമെങ്കിൽ. പക്ഷെ അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ഹിന്ദു മിത്തോളജി ഉള്ളൂ, വേറെ ആർക്കും അത് ബാധകല്ല. പക്ഷെ അത് മിത്തോളജി അല്ല, തെളിവുകളുണ്ട്. ഈ സരസ്വതി നദി, അതേപോലെ തന്നെ രാമസേതു, ഇതൊക്കെ വളരെ ഭംഗ്യന്തരേണയുള്ള തെളിവുകളാണ്. ബാക്കിയുള്ളതൊക്കെ ദ്വാരക കാംബെ ഉൾക്കടലിലാണ്. ഇന്നും അത് ഭഗവത് നിയോഗമായിരിക്കും. അങ്ങനെ ആരും പോയിട്ട് എൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ എടുത്ത് വിറ്റ് പൈസയാക്കണ്ട. യദുവംശം മുഴുവൻ ഭഗവാൻ പോകുന്നതിന് മുമ്പ് തീർത്തിട്ടാണ് പോയത്. പലരും പറയും ഗാന്ധാരി ശപിച്ചത് തടയാൻ കൃഷ്ണൻ സാധിച്ചില്ല. അല്ല,
തഥാസ്തു എന്ന് പറഞ്ഞത്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നത് ഗോലോക വൃന്ദാവനത്തിലാണ്. ഗർഗഭാഗവതത്തിൽ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, പലരും വായിച്ചു കാണില്ല. ഗർഗസംഹിത മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ ഗോലോക വൃന്ദാവനത്തെ പോകുന്നു. ആരാണ് ഗർഗമുനി ഭഗവാന് നാമകരണം ചെയ്തത്? ആദ്യം നന്ദഗോപരോട് പറയുന്നുണ്ട്, ഈ രണ്ട് കുട്ടികളും മക്കളായി വന്നു എന്ന് കരുതിയിട്ട് ഇവരെ സാധാരണക്കാരായിട്ട് കണക്കാക്കരുത്. അതുകൊണ്ടാണ് യശോദ ഓരോ സമയത്തും ഒരു പൂതന വന്നു, കുട്ടി അയ്യോ ഒരു ശകടാസനം വന്നു, തൃണാവർത്തൻ വന്നു, എൻ്റെ കുട്ടി യശോദക്കറിയില്ല ഈ കാര്യം. നന്ദഗോപുരത്തും രഹസ്യമാക്കി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അമ്പരക്കാണ്. ഈ ചെറിയ കുട്ടി അന്ന് ഗർഗമുനി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും അമ്പരന്ന് പോകുമായിരുന്നു. കാരണം ഭീമാകാരന്മാരുടെ രാക്ഷസന്മാരുടെ കൂടെയാണ് പിന്നെ കുട്ടി മരിച്ച അവരുടെ ശരീരത്തിലെടുത്താൽ കിടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. അത് ചരിത്രപരമായിട്ട് പലതിനും തെളിവുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ 1835 മുതൽ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മിത്തോളജി. 1835 മിനിറ്റ്സ് ഓഫ് ലോർഡ് മെക്കോളെ എന്നൊരു മിനിറ്റ്സ് തന്നെയുണ്ട് യൂറോപ്യൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. അത് പ്രകാരം ഇവരുടെ സംസ്കാരം നശിപ്പിക്കണം, ഇവരുടെ ഭാഷ നശിപ്പിക്കണം, എന്നാൽ മാത്രമേ നമുക്കിവിടെ കോളനൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മളെല്ലാം തന്നെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത പറയാനുള്ളത്, ഈ ഗ്രന്ഥങ്ങൾ നമ്മുടെ ശ്രുതി സ്മൃതി പുരാണാദികളൊക്കെ എഴുതിയിട്ടുള്ളത് വ്യാസദേവനാണ്. ഇനി പുരാണം കഥയാണെങ്കിൽ ഈ കഥ എഴുതിയ ആളും അതിനകത്തുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മക്കളെ പറ്റി പറഞ്ഞു. അതില് ധൃതരാഷ്ട്രൻ ധർമ്മത്തിന്റെ പ്രതീകമാണ് സ്വാമിജി താത്വികമായിട്ട് പറഞ്ഞു. അല്ല, അർത്ഥം ധൃതരാഷ്ട്ര അർത്ഥം, പാണ്ഡു കാമം, വിതുരര് ധർമ്മം, അവസാനത്തെ ഇളയപുത്രൻ ശുകദേവ് മഹർഷി മോക്ഷത്തിന്റെ പ്രതീകം. അങ്ങനെയാണ് ധൃതരാഷ്ട്രവും പാണ്ഡു ആദ്യം മരിച്ചു. അപ്പൊ ലോകത്തെ കാമം മുഴുവൻ ഇല്ലാതായോ? പാണ്ഡു ആദ്യം മരിച്ചില്ലേ? പിന്നെ ധൃതരാഷ്ട്രം രണ്ടാമത്, പിന്നെ അതിനുശേഷം വിതുരരും ധൃതരാഷ്ട്രം ഒന്നിച്ചു മരിച്ചു. അപ്പൊ ധർമ്മവും അർത്ഥവും ഒന്നിച്ചില്ലാതെയായി ലോകത്തിന് ഇല്ല. താത്വികമായിട്ട് തെറ്റാണ്. താത്വികമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കാട് കയറി പോകും. ഭഗവാൻ യാഥാർത്ഥ്യമാണ്, അതിന് വേറെ കാര്യങ്ങൾ നമ്മളുടെ. അപ്പൊ ശാസ്ത്രങ്ങൾ, നമ്മുടെ പുരാണങ്ങൾ 18 പുരാണങ്ങൾ എടുത്താൽ എല്ലാ പുരാണങ്ങളും അതാത് പേര് വെച്ചിട്ടാണ്. വിഷ്ണു പുരാണം വരെയുണ്ട്. പക്ഷെ ശ്രീകൃഷ്ണ പുരാണം നല്ല പേര് ശ്രീമദ് ഭാഗവതം എന്നാണ്. കാരണം അത് ഭഗവാനെ പറ്റിയിട്ടുള്ളതാണ്. ഭാഗവതം 1-ാമത്തെ സ്കന്ധം 3-ാം അധ്യായം 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് 22 അവതാരങ്ങളെ പറ്റി പറഞ്ഞ ശേഷം ദശാവതാരം അതിലെ വേറൊരു കാര്യം. അതിലേക്ക് ഞാൻ പറഞ്ഞ എൻ്റെ സമയത്തില്ല, അതുകൊണ്ട് ഞാൻ അധികം വിസ്തരിച്ച് പോകുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ 18-ആണ്, ബുദ്ധൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ 19-ാമത്തെ അവതാരം, 19-ാമത് 22 കൽക്കി, 21 ബുദ്ധൻ, 20 ഭഗവാൻ ശ്രീകൃഷ്ണൻ, 19-ാമത് ബലരാമൻ. എന്നിട്ട് അതിൽ ബുദ്ധനാണ് ശരിക്കും 9-ാമത്തെ ദശാവതാരത്തിൽ 9-ാമത്തെ അവതാരം ശ്രീബുദ്ധനാണ്. ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ കവാടത്തിൽ വരെ തെറ്റായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ബുദ്ധനാണ് 9-ാമത്തെ അവതാരം. നിന്ദസി യജ്ഞവിധേ അഹഹ ശ്രുതിജാതം സദയ ഹൃദയ ദർശിത പശുഘാതം കേശവ ധൃത ബുദ്ധ ശരീര ജയ ജഗദീശ ഹരേ എന്നുള്ള ജയദേവ കൃതി എന്നാണ് ബുദ്ധൻ 9-ാമത്തെ അവതാരമായിട്ട് വരുന്നത്. അപ്പൊ അതിന് ബുദ്ധനെ മാറ്റിയിട്ട് പല സ്ഥലത്തും ബുദ്ധനെ കാണില്ല. ശ്രീകൃഷ്ണനെ ബലരാമനെ കൊണ്ട് പ്രതിഷ്ഠിക്കും. അത് ശരിയല്ല. അത് വസ്തുനിഷ്ഠമായിട്ട് പറയാം, ആധികാരികമായിട്ട് ശാസ്ത്രപ്രകാരം തന്നെ പറയാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വ്യാസദേവൻ പറയുന്നു, ഏതേ ചാംസ കലാപുംസഃ കൃഷ്ണഃ തു ഭഗവാൻ സ്വയം. ആ വ്യാസൻ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. അത് പൂരൻ കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയാം എന്ന് പറയുന്ന പോലെ തെറ്റാണ്. വ്യാസദേവൻ എല്ലാം എഴുതിയ വ്യാസദേവനാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കുന്നുവെങ്കിൽ വ്യാസദേവൻ എഴുതിയിട്ടുള്ള എല്ലാ കാര്യവും സമ്മതിക്കണം. കുറച്ച് മാത്രം എൻ്റെ സൗകര്യക്കാലം എടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇങ്ങനെ വികല്പമായിട്ട് വിശകലനം ചെയ്യുന്നത് ശരിയല്ല. അതെ, നമ്മൾ ഗീബൽസ് പ്രിൻസിപ്പിൾ ആവുന്നത്. ഗീബൽസിന്റെ പ്രിൻസിപ്പിൾ ജർമ്മനിയിലെ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഹിറ്റ്ലറുടെ കാലത്ത് നുണയും സത്യവും കൂടി മിക്സ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് സത്യമാക്കാം, അല്ലെങ്കിൽ എല്ലാം നുണയാക്കാം. അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് അതുമാതിരി ചെയ്യാൻ പാടില്ല. ഗർഗസംഹിത അധികം പേർക്കും അറിയില്ല, മലയാളത്തിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഒരുപാട്
ഈ ഭഗവാൻ കുട്ടിക്കാലത്ത് വധിക്കുന്ന ഒരുപാട് രാക്ഷസന്മാരുടെയും രാക്ഷസിയുടെയും ചരിത്രം പറയുന്നത്. ഉദാഹരണത്തിന് പൂതനെ വധിച്ചു. പക്ഷേ പൂതന ആരായിരുന്നു എന്നുള്ള ഗർഗസംഹിതയിൽ പറയുന്നുണ്ട്. വാമന അവതാര കാലത്ത് മഹാബലിയുടെ പുത്രിയായിരുന്ന രത്നാവലിയുടെ പുനരാവിഷ്കരണമാണ് പൂതന. അന്ന് വാമനമൂർത്തിയെ ഒന്ന് എടുത്ത്, അത്രയും ഓമനത്തുള്ള വാമനമൂർത്തിയെ കണ്ടിട്ട് ഒന്ന് എടുത്ത് മുല കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവര്. ഇത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാന് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നുള്ളൂ. അതാണ് ക്ഷേത്രത്തിന്റെ യോഗത്തിൽ പറയുന്നത്. എല്ലാ ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോ ജ്ഞാനം യജ്ഞാനം മതം മമ. എല്ലാ ശരീരത്തിലും ഞാൻ പരമാത്മാ രൂപിയായി സ്ഥിതി ചെയ്യുന്നു. മുണ്ടക ഉപനിഷത്തിൽ പറഞ്ഞ പോലെ 2 പക്ഷികൾ ഇരിക്കുന്ന ഒരേ കൊമ്പില്, ജീവാത്മാവും പരമാത്മാവും. ജീവാത്മാവിന് വളരെ പരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ളൂ. ഒരു ശരീരത്തിൽ ആ പരിമിതിയുള്ളൂ. മുടങ്ങി നടക്കുന്ന ആൾക്ക് ആ മുടങ്ങി നടക്കാനാണ് പരിമിതി. ഓടാൻ പറ്റില്ല ഹുസൈൻ ബോൾട്ടിനെ പോലെ. എന്ന് വെച്ചാൽ അത് ഭഗവാനല്ല, ചെറിയൊരു അംശം മാത്രം. ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, എന്റെ അംശങ്ങളാണ് ജീവജാലങ്ങളെല്ലാം. മമൈവാംശോ ജീവലോകി ജീവഭൂത സനാതന മനഃഷ്ടാണി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. എന്റെ അംശങ്ങളായിട്ടുള്ള ജീവാത്മാക്കൾ മനസ്സ് അധിപനായിട്ടുള്ള 6 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ പ്രകൃതിയെ ആസ്വദിക്കാൻ കഷ്ടപ്പെടുന്നു എന്നാ പറയുന്നത്. എവിടെയെങ്കിലും ശ്രീകൃഷ്ണൻ കഷ്ടപ്പെടുന്നു കേട്ടിട്ടുണ്ടോ? ഭഗവാൻ കഷ്ടപ്പെടാൻ പിന്നെ ഭഗവാനത്തെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ലോകത്ത് എല്ലാ മതക്കാരും പോയി ചെയ്യുന്നത് ദൈവമേ എന്ന് വിളിക്കുന്നത്, ദൈവത്തിന്റെ അടുത്ത് വിഷമങ്ങൾ പറയാണ്. അതായത് ദൈവം ആ സമയത്ത് അയ്യോ എനിക്ക് ഇവിടെ കഷ്ടപ്പാടാണ്, എനിക്ക് കഷ്ടപ്പെടാൻ പറയാറില്ല, പറഞ്ഞതായിട്ട് ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോ നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ കാരണം നമ്മൾ പരിമിതമായിട്ടൊരു ശരീരത്തിന്റെ അകത്തായിരിക്കുന്നത്. ചിലർക്ക് നല്ല ശരീരമായിരിക്കും, ചിലർക്ക് മോശം ശരീരമായിരിക്കും. അതിന്റെ പരിമിതിക്കുള്ളിൽ അവർ ജീവിക്കേണ്ടി വരും. എന്ന് വെച്ച് നമ്മൾ ആരും ദൈവമല്ല, അംശങ്ങളാണ്. ലളിതമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സൂര്യരശ്മികൾ സൂര്യന്റെ അംശങ്ങളാണ്. സൂര്യൻ നൽകുന്ന ചൂടും വെളിച്ചവും ഓരോ രശ്മിയിലുമുണ്ട്. എന്ന് വെച്ച് സൂര്യരശ്മി സൂര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. സൂര്യരശ്മിക്ക് പരിമിതിയുണ്ട്. അത് ചിലപ്പോൾ കുറച്ചു നേരം തന്നാൽ നമുക്ക് പൊള്ളുമായിരിക്കും. പക്ഷെ നമ്മളൊരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ഒരു കുട പിടിച്ച് പോകും, അല്ലെങ്കിൽ ഒരു തണലിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ചൂട് കിട്ടില്ല. സൂര്യനാണ് എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് സൂര്യരശ്മി എടുത്ത് പിടിച്ചാൽ ശരിയല്ല. നമ്മൾ ജീവാത്മാക്കളാണ്. ഞാനും നിങ്ങളും എൻ്റെ ഈശ്വരന്മാരാണ്, ഞാനും ദൈവമാണ് നിങ്ങളും ദൈവമാണ്, അതും ശരിയല്ല. നമ്മുടെ ശ്രുതി സ്മൃതി പ്രകാരം. അപ്പൊ ഇതില് ഗർഗസംഹിതയില് രത്നാവലിയാണ് പൂതനയായിട്ട് വരുന്നത്. അപ്പൊ ഭഗവാൻ ആ രത്നാവലിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. പൂതന ഭഗവാന് മുല കൊടുക്കാൻ നോക്കിയപ്പോൾ രാക്ഷസ ശരീരത്തിലാണ് ജനിച്ചത്. കംസൻ പറഞ്ഞ പ്രകാരം വന്നു, കൊല്ലാൻ വന്ന് അവര് മരിച്ചു. പക്ഷെ പൂതനയുടെ ശരീരം ദഹിപ്പിക്കുമ്പോൾ നല്ല സുഗന്ധമാണ് വരുന്നത്. ഒരു മാതൃതുല്യമായിട്ടാണ് ഭഗവാൻ മോക്ഷം നൽകുന്നത്. അങ്ങനെ ഓരോ അസുരന്മാരുടെയും ചരിത്രമുണ്ട്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവസാനം കാലിൽ അമ്പേറ്റ് മരിച്ചു എന്നുള്ളതാണ് വേറൊരു ആരോപണം. ശ്രീരാമ അവതാര കാലത്ത്, ശ്രീരാമൻ അവതാരമാണ് ഭഗവാനല്ല, അദ്ദേഹം ബാലിയെ ഒളിയം ചെയ്ത് കൊന്നു. അപ്പോ അന്ന് ധർമ്മോപദേശം എല്ലാം കേട്ടുവെങ്കിലും ബാലി ഒരു മനപ്രയാസത്തോടെയാണ് മരിക്കുന്നത്. എന്നാൽ ഇത്രയും ശക്തനായിട്ടും എനിക്ക് ഒരു തിരിച്ചൊരു അസ്ത്രം പോലും എഴുതാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമത്തോടെയാണ് ബാലി മരിക്കുന്നത്. 8-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ മഹത്തായിട്ടുള്ളൊരു വാക്യം പറയുന്നുണ്ട്. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തന്തമേ വൈതി കൗന്ദയ സദാ തദ്ഭാവഭാവിതഃ തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുദ്ധ്യച മയ്യർപ്പിത മനോബുദ്ധിഃ മാമേ വൈഷ്യസി അസംശയഃ. ബാലി പിന്നെ ജനിക്കുന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ത്രേതായുഗത്തിന്റെ സംഭവം ദ്വാപരയുഗം അവസാനിക്കുമ്പോഴാണ് ബാലി വരുന്നത്. ജനൻ എന്ന് പറഞ്ഞ വേടനായിട്ട് അസ്ത്രം അയക്കാണ്ട് അവസരം കൊടുത്തു. വന്ന് കരഞ്ഞു പറയാണ്, ഞാൻ അറിഞ്ഞില്ല, തെറ്റിപ്പോയി. അസ്ത്രമയച്ച വേടന് മോക്ഷം നൽകിക്കൊണ്ടാണ് ഭഗവാൻ സ്വധാമത്തിലേക്കാണ് തിരിച്ചു വന്നത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം എന്ന് പറയും തെറ്റാണ്. സ്വർഗത്തിന് നാശമുണ്ട്, ബ്രഹ്മലോകം വരെ നാശമുണ്ട്, ഇന്ദ്രലോകം അതിന് താഴെയാണ്. ഈ പറയുന്ന സ്വർഗം എന്ന് പറയുന്ന സ്ഥലത്തിന് നാശമുണ്ട്. പക്ഷെ ഭഗവാൻ വസിക്കുന്ന സ്ഥലം നശിക്കാത്തതാണ്. 2 ശ്ലോകങ്ങളുടെ ഭഗവതയിൽ പറയുന്നത്.
അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹു പരമാംഗതി യം പ്രാപ്യന നിവർത്തന്തി തദ്ധാമ പരമം മമ. ഞാൻ എന്നും വസിക്കുന്ന എൻ്റെ പരമമായിട്ടുള്ള സ്ഥലം. പക്ഷെ പേര് ഭഗവത്ഗീതയിൽ പറയുന്നില്ല. അത് നോക്കണമെങ്കിൽ ഗർഭസംഹിതയിലേക്ക് പോകണം. അവിടെ ഗോലോക വൃന്ദാവൻ എന്ന് പേര് പറയുന്നുണ്ട്. പിന്നെ 15-ാം അധ്യായത്തിലും ഭഗവാൻ പറയുന്നു, ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാ ന നിവർത്തന്തി തദ്ധാമ പരമം മമ. 2 പ്രാവശ്യം പറയുന്നുണ്ട് ഭഗവത്ഗീത. എൻ്റെ പരമമായിട്ട് ഞാൻ എന്നും വസിക്കുന്നു. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ട്. പക്ഷെ ഭഗവാൻ ഓരോ ഗ്രഹങ്ങളിലും ഓരോ സമയത്ത് അവതരിക്കുന്നു. ആരും ഓർഡർ അനുസരിച്ചിട്ടില്ല ശ്രീകൃഷ്ണൻ വരുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തില് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സ്വന്തം ഇഷ്ടത്തിനാണ് ഭഗവാൻ വരുന്നത്. അല്ലാതെ ഇങ്ങനെ വന്നോളണം കൃഷ്ണ, ഇവിടെ ഒരു അത്യാവശ്യമുണ്ട്. അത് അധർമ്മം അത്രയും താഴ്ചയുള്ളതിൽ വരും. അത് ഭഗവാന്റെ ഇഷ്ടമനുസരിച്ചാണ്. പിന്നത്തെ ഒരു പോയിന്റ്, ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 72 മുതൽ ശ്ലോകങ്ങൾ. സമയപരിമിതി കാരണം ഞാനിങ്ങനെ റഷ് ചെയ്ത് പോകുന്നത് ക്ഷമിക്കണം. ഒരു സമയത്തെത്തുന്ന സമയത്ത് സഞ്ജയൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദമിമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഇമം ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയതഃ സ്വയം. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം പറഞ്ഞ കാര്യമാണ് രാജാവേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. പക്ഷെ അത് ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന പോലെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ടാണ് അത് കണ്ടത്. കുരുക്ഷേത്ര ഹരിയാനയിൽ നടന്ന സംഭവം ഡൽഹിയിലാണ് സഞ്ജയൻ കണ്ടത്, അത് പറഞ്ഞു കൊടുത്തത്. പിന്നെന്താ പറയുന്നത്, തച്ച സംസ്മൃത സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേഹേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാഭിഷ പുനഃ പുനഃ. എന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത്, എവിടെയൊക്കെ വില്ലാളി വീരനായ അർജുനനും യോഗേശ്വരനായ ശ്രീകൃഷ്ണനുണ്ടോ അവിടെ തത്ര ശ്രീ വിജയോ ഭൂതിഹി ധ്രുവ നീതി മതിർ മമ. എൻ്റെ അഭിപ്രായം അതാണെന്ന് സഞ്ജയൻ പറയുന്നത്. ആ മമ എന്നുള്ളത് സഞ്ജയൻ പറയുന്നതാണ്. എൻ്റെ അഭിപ്രായം എവിടെ ശ്രീകൃഷ്ണനും അർജുനും ഉണ്ടോ, ഗാന്ധിവതാരിയ അർജുനും യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ അവിടെ എല്ലാം ഐശ്വര്യം, നീതി, വിജയം എല്ലാം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നിട്ടാണ് ഭഗവത്ഗീത അവസാനിക്കുന്നത്. അടുത്തത് ഗജേന്ദ്ര മോക്ഷസ്തുതി. ഗജേന്ദ്ര മോക്ഷസ്തുതിയിൽ ഗജേന്ദ്രൻ പേരെടുത്ത് പറയുന്നില്ല ആരും. കരുണാകര മത്സരനായ ഭഗവാനെ, ആദ്യം മുതലേ ഉണ്ടായിട്ടുള്ള ഭഗവാനെ, അങ്ങനെ ഒരുപാട് 30 ശ്ലോകങ്ങളുണ്ട്. ഓം നമോ ഭഗവതി തസ്മൈ യദഏതശ്ചിതാത്മകം പുരുഷായ ആദിബീജായ പരേശായ ധീമഹി. അങ്ങനെ തുടങ്ങി പേര് പറയുന്നില്ല. അപ്പോ ബ്രഹ്മാവത് കേട്ടു, ശിവനത് കേട്ടു, ഇന്ദ്രൻ, ചന്ദ്രൻ, അഗ്നി. പക്ഷെ അവർക്ക് ആർക്കും ആ വിളിച്ച പേരുകൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല വരാൻ വേണ്ടിയിട്ട്. അവസാനം ഭഗവാൻ ഗരുഡന്റെ പുറത്ത് വന്നു. അത് വേറെ തെളിവാണ്. ഇവിടെ എല്ലാം 18 പുരാണങ്ങളിലും ഭഗവാൻ എന്ന് പറയുന്നതെല്ലാം ശ്രീകൃഷ്ണനെയാണ്. മഹാവിഷ്ണുവിനെ ഗീതാമഹാത്മ്യം പറയുന്ന വരാഹ പുരാണത്തിൽ ഭൂമിദേവി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീ വിഷ്ണു രുവാച എന്നാ പറയുന്നത്. ഇതെല്ലാം എഴുതിയത് വ്യാസദേവനാണെന്ന് അംഗീകരിക്കുന്ന പക്ഷം ഇതും അംഗീകരിക്കണം. ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകമുണ്ട്. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിത. ഞാനാണ് എല്ലാത്തിൻ്റെയും ഉദ്ഭവസ്ഥാനം. ഈ പ്രപഞ്ചമല്ല, അതിൻ്റെ ഈ ലോകത്തിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഞാൻ കാരണമാണ്. ഇത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാർ എന്നെ ഉള്ളൊഴിഞ്ഞ് ആരാധിക്കുന്നു എന്ന് പറയുന്ന ശ്ലോകമാണ് 10-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. 10-ൽ 8, 9, 10, 11 ഈ 4 ശ്ലോകങ്ങളിലെയും അർത്ഥം ഉൾക്കൊണ്ട്, താത്വികം മാത്രമല്ല എല്ലാ തലത്തിലും ഉൾക്കൊണ്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കി ഈ 4 ശ്ലോകങ്ങൾ മാത്രം ചൊല്ലി വായിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത മുഴുവൻ ചൊല്ലിയതിന് തുല്യമാണെന്ന് പറയും. അതും ഒരു രഹസ്യമാണ്. ഹരേ കൃഷ്ണ മന്ത്രശക്തി.
ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നവർ നമ്മുടെ ഗുരുവായൂരമ്പലത്തിൽ ആരോ ചോദിച്ചിട്ട് ഇസ്കോൺകാർ അമേരിക്കയിൽ ഉണ്ടാക്കിയതാണോ? അല്ല. ഈ ഗുരുവായൂർ അമ്പലത്തിന് ജനമേജയുടെ കാലം മുതൽ ഇന്നും ചൊല്ലുന്നതാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്ധരണ ഉപനിഷത്താണ്. കലികാലത്ത് കാപട്യവും കലഹവുമാണ് വളരെയധികം ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മനുഷ്യർക്ക് വഴി എന്ന് നാരദ മഹർഷി ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞിട്ടില്ല. ഇതി ഷോഡശകം നാം കലി കൽമഷനാശനം നാഥഃ പരതരോപായ സർവവേദേഷു ദൃശ്യതേ. എല്ലാ വേദങ്ങളും പരിശോധിച്ചാലും കലികാലത്തിന്റെ ഈ കൽമഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിലും നല്ല വേറൊരു ഉപായമില്ല. അത് പക്ഷേ 525 കൊല്ലം മുമ്പ് ചൈതന്യ മഹാപ്രഭു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അതിനെ ഹരേ കൃഷ്ണ എന്നാക്കിയിട്ട്, സാധാരണക്കാർക്ക്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും. ഇന്ന് ഇന്ത്യക്ക് പുറത്ത് ഹിന്ദുക്കളല്ലാത്ത 5 കോടി കൃഷ്ണഭക്തന്മാരുണ്ട്. അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി, പച്ച മനുഷ്യന്മാർ, എല്ലാത്തരം ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ ദൃഢപ്രതരാണ്. എങ്ങനെ സംഭവിച്ചത്? ഈ മന്ത്രശക്തി കൊണ്ടാണ്. അമേരിക്കൻ ഹൈക്കോടതിയിൽ കേസ് ജയിച്ചത് ഭഗവത്ഗീത എന്ന് മാത്രം വാദിച്ചിട്ടാണ്. 1971 സുപ്രീം കോടതിയിലും ഭഗവത്ഗീത എന്ന് മാത്രം വാദിച്ചിട്ട് കേസ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ മാധ്യമങ്ങളിൽ അത് വരിക, മാധ്യമങ്ങളിൽ കൃഷ്ണനെ മോശമായിട്ട് വന്നത് പറയുകയാണെങ്കിൽ അത് ഉടനെ വരും. പക്ഷെ പുകഴ്ത്തി പറയുന്നത് അത്ര മാധ്യമങ്ങൾക്കും അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ പിന്നെ ഹിന്ദു വോട്ട് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അങ്ങനെ അത്ര മോശം കളിക്കുന്നത് അങ്ങനെ ആയിപ്പോയി. അതൊക്കെ ഒരു കലികാലത്തിന്റെ ഭാഗമാണ്. പക്ഷെ കലികാലത്ത് നമുക്ക് ചെയ്യാവുന്നത് ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ ചൊല്ലുന്ന അതേ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കലാണ്. അതിന് ശക്തിയുണ്ട്. അമേരിക്കയിൽ ഡ്രഗ്സ് അടിച്ച് കിടന്ന പിള്ളേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ മന്ത്രം ജപിച്ചിട്ടുണ്ട്. പോലീസുകാർ അവരെയും ഡിസ്കൗണ്ട് കൊണ്ട് വരുമായിരുന്നു 70കളിൽ. ഒന്ന് രക്ഷിക്കണം ഇവരെ. നടന്ന സംഭവങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് രക്ഷിക്കണം ഇവരെ ഈ ഡ്രഗ്സ് മയക്കുമരുന്ന് ഉപയോഗം രക്ഷപ്പെടുത്താൻ ഞങ്ങൾ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവാക്കിയിട്ടും സാധിച്ചിട്ടില്ല. നിങ്ങളാണ് രക്ഷ. നിങ്ങളൊരു പലരും നന്നായി ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളെ ക്രൈം റെക്കോർഡ്സ് ഈ പണ്ട് ഉണ്ടായിരുന്നവരൊക്കെ ക്രൈമൊക്കെ പോയിപ്പോൾ അവർ ഈ ജപം കൊണ്ടും നിങ്ങൾ എന്താ മാജിക് ചെയ്യുന്നതെന്ന് അറിയില്ല. അത് ഇവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രഗ്സ് അടിച്ച പിള്ളേരെ കൊണ്ടുവരുന്നത് പോലീസുകാർ. ഇതെല്ലാം അമേരിക്കൻ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ്സിലും പിന്നെ ലീഗൽ റെക്കോർഡ്സിലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം, ശങ്കരാചാര്യമായിട്ട് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അദ്ദേഹം അവസാനം പറഞ്ഞെന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മോടപതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുകൃഞ്ജകരണേ ഭജ ഗോവിന്ദം. അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അവസാന കാലത്ത് ഈ വ്യാകരണം ഒന്ന് രക്ഷിക്കാൻ കൊള്ളിയ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ ഞങ്ങളും പറയും. ഗുരുപരമ്പരയില് നമ്മളത് മധ്വ ഗൗഡീയ സമ്പ്രദായം. മധ്വാചാര്യര് വ്യാസദേവന്റെ അടുത്ത് ഉത്തരബദരിയിൽ പോയി ദീക്ഷ സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ വന്നിട്ട് നാട്ടില് ഈ തത്വം കറക്റ്റായിട്ട് പറഞ്ഞത്. ശങ്കരാചാര്യൻ നമുക്ക് ഗുരുവാണ്, മധ്വാചാര്യൻ ഗുരുവാണ്. മധ്വാചാര്യൻ പറയാൻ പ്രായോഗിക തലത്ത് പറഞ്ഞതെന്ന് മാത്രം. അതുകൊണ്ടാണ് ഇത് മധ്വ ഗൗഡീയ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. മധ്വാചാര്യര് വായുപുത്രനായിരുന്നു. അപ്പോ ബ്രിട്ടീഷുകാർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ലോകത്തിൽ സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അവർക്ക് എല്ലാത്തിനെ പറ്റിയിട്ട് വലിയ അറിവില്ല. ഇപ്പോഴവർ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. എൻ്റെ മരുമകളുടെ കുട്ടി, അവർ മരുമകൾ അയർലൻഡിലാണ്. ഇന്ന് അവളുടെ ഹൈലി കത്തോലിക് ഡോമിനേറ്റഡ് അയർലൻഡില് കത്തോലിക് നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. ഒരു ഗർഭിണി മരിച്ചു, ഗർഭചിത്രം അനുവദിക്കാത്തതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് ആ അയർലൻഡില് ഇന്ന് എൻ്റെ ചെറിയ മരുമകൻ കേശവ് പഠിക്കുന്ന സ്കൂളിൽ ഭഗവത്ഗീത ശ്ലോകങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ പാശ്ചാത്യര് ബുദ്ധിമാന്മാരായതുകൊണ്ട് അവർ ഭാരതത്തിലേക്ക് നോക്കുന്നു, ഭാരതത്തിലേക്ക് തിരിഞ്ഞു വരുന്നു. ഇവിടെ നിർഭാഗ്യവശാൽ ഞാനൊന്നും പറയുന്നില്ല, അത് കലികാലത്തിന്റെ ഒരു വിശിഷ്ടമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെയാണ് ഏറ്റവും അധികം സനാതന ധർമ്മം വെല്ലുവിളി നേരിടുന്നത്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്കും കിട്ടിയൊരു അവസരമാണ് ഭഗവാനോട് വാദിക്കാൻ വേണ്ടിയിട്ട്.
വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. വിശ്വരൂപം കാണിച്ചു കൊടുത്തു. എല്ലാ ശ്ലോകങ്ങളും മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് അർജുനോട് പറയാണ്, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയാ വിമൃശൈതൻ അശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇങ്ങനെ ഞാൻ എന്നെപ്പറ്റി ഉന്നതവും രഹസ്യവുമായിട്ടുള്ള ജ്ഞാനം നിനക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതിനെപ്പറ്റി സമഗ്രമായി ആലോചിച്ചിട്ട് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഫുൾ ഡെമോക്രസി. ഡെമോക്രസിയുടെ ഒറിജിൻ എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ നിന്നാണ്. പിന്നെ തുല്യത. ഞാൻ കുട്ടിക്കാലത്ത് കമ്മ്യൂണിസ്റ്റായിരുന്നു. കമ്മ്യൂണിസത്തിലെ കൂടെ മാത്രമേ സാമൂഹിക നീതി വരുള്ളൂ എന്ന് വിചാരിച്ചത് കൂത്തുവെറുപ്പുകാരനാണ്. പക്ഷെ കാലക്രമേണ ഒരു മാറ്റം ഉണ്ടായി. കാടാമ്പുഴ അമ്പലത്തിന്റെ അനുഭവം ഉണ്ടായി. പിന്നെ ദുബായി പോയിട്ട് ഹരേകൃഷ്ണ പ്രശ്നം ജപം കൊണ്ടാണ് എൻ്റെ മാറ്റം. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നു, നിനക്ക് ഫുൾ സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടുണ്ട്. പക്ഷെ പറയുന്നതാണ്, ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ചെയ്തു, നിരപരാധികളെ കൊന്നിട്ടുണ്ട്. ജരാസന്ധനെ കൊല്ലിക്കാൻ എന്താ കാരണം? എത്രയോ രാജാക്കന്മാരെ തടവിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജരാസന്ധൻ. അവരെയൊക്കെ ഇവർ പോയിട്ടാണ് മോചിപ്പിക്കുന്നത്. ഇതൊക്കെ ഭഗവാന്റെ തമാശകളാണ് സത്യം പറഞ്ഞാൽ. ഭഗവാൻ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന്റെ ഒരു മറുപടിയുണ്ട് 10-ാം അധ്യായത്തിൽ. സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. 10-ാം അധ്യായത്തിലെ 15 എനിക്ക് തോന്നുന്നത്. 15-ാം ശ്ലോകം 16. അപ്പൊ അർജുനൻ പറയുന്നതാണ്, ഭഗവാനെ അങ്ങയുടെ ലീലകൾ എന്താണെന്ന് അങ്ങേക്ക് മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ വല്ലാതെ പരീക്ഷിക്കാൻ നോക്കരുത്, ഭഗവാന്റെ ലീലകൾ അങ്ങനെയാണ്. പക്ഷേ സ്വന്തം ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടാറില്ല. ഹൈജമ്പ് ചാടുമ്പോൾ ഈ വടി ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. എത്ര വരെ ഒരാൾക്ക് ചാടാൻ പറ്റും നോക്കുന്നത് പോലെ ഭഗവാൻ ഭക്തനെ പരീക്ഷിക്കും. അത് ദേവിയെ കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് 7-ാം അധ്യായത്തില് ദൈവീഹേഷ ഗുണമായി മമമായ ദുരന്തീയ മാമേവയെ പ്രപദ്യത്തെ മായാം ഏതാം തരന്തിനെ. 7-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണ്. എന്റെ ഭക്തനെ ഞാൻ സംരക്ഷിക്കുന്ന ഭഗവാൻ ഒരു വാക്ക് പറയുന്നുണ്ട് 9-ാം അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകത്തില്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല. ഭഗവാന്റെ വലിയൊരു വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് ഭീഷ്മർ ഇത് പരീക്ഷിക്കാൻ നോക്കി യുദ്ധരംഗത്ത് വെച്ചിട്ട്. ഭീഷ്മര് അർജുനനെ നിരായുധനാക്കി. വേണമെങ്കിൽ അടുത്ത അസ്ത്രം അർജുനനെ കൊല്ലാമായിരുന്നു. ആ സമയത്ത് ഭീഷ്മർക്ക് കാണേണ്ടതാണ് എന്താണ് ശ്രീകൃഷ്ണൻ ചെയ്യാം. ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഭീഷ്മർക്കല്ല. ഭീഷ്മർ ഉത്തമ ഭക്തനാണ്. അപ്പാണ് ഭഗവാൻ യുദ്ധത്തിന് മുൻപ് പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞു. ഞാൻ ആയുധമെടുക്കില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ തെറ്റിച്ചോണ്ട് രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടി, രഥചക്രം എടുത്തുകൊണ്ട് ഓടി മുന്നോട്ടേക്ക് ഭീഷ്മര നേരെ. അർജുനാണ് കാല് കെട്ടിപ്പിടിച്ച് അങ്ങനെ ചെയ്യേണ്ടേ, ഭഗവാൻ ആയുധം എടുക്കലേ എന്ന് പറഞ്ഞ് പിടിച്ച് ബന്ധിരിക്കുന്നത്. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭക്തവത്സനാണ്. ഗജേന്ദ്ര മോക്ഷത്തിൽ അത് തന്നെയാണ്. പക്ഷെ പരീക്ഷിക്കും. ഹൈജമ്പിന്റെ എക്സാമ്പിൾ ഓർത്താൽ ഇങ്ങനെ വടി ഇങ്ങനെ മുകളിലേക്ക് കാലൊടിക്കാനല്ല, എത്ര വരെ ഇവന് പോകാൻ പറ്റും, ഇവന്റെ ഭക്തി എത്ര ദൃഢമാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ആർക്കിയോളജി. ഈ യൂറോപ്യന്മാർക്ക് എന്തും കുഴിച്ചിട്ട് നോക്കണം. കുഴിച്ചെടുക്കുന്ന മാത്രമേ അവർക്ക് തെളിവുള്ളൂ. ഭൂമിയുടെ മുകളിലുള്ളതൊന്നും അവർക്ക് തെളിവല്ല. എന്റെ അച്ചാച്ചൻ അത്രേ എനിക്കറിയുള്ളൂ. അച്ചാച്ചൻ്റെ അച്ഛൻ ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇവർക്കെല്ലാം കുഴിച്ചെടുക്കും. മോഹൻജദാരോ സിവിലൈസേഷൻ അത് അവിടുന്ന് കുഴിച്ചെടുത്തതാണ്. എല്ലാം കുഴിച്ചെടുക്കണം. എന്താ കാരണം? അവരെ മനസ്സിലത് കയറാൻ കാരണം, ഈ തെറ്റിദ്ധാരണ കയറാൻ കാരണം എന്താ വെച്ചാൽ, പോംപി എന്ന നഗരം ഇറ്റലിയിൽ വെസൂവിയസ് പൊട്ടിത്തെറിച്ചപ്പോൾ അത് മുഴുവൻ ലാവയിൽ മുങ്ങിപ്പോയി. എത്രയോ കാലം കഴിഞ്ഞിട്ട് അവിടെ ആരോ ഭൂമി എന്തോ ആവശ്യത്തിന് പൊഴിക്കുമ്പോഴാണ് ഇങ്ങനൊരു നഗരം ഇതിന്റെ അടിയിലുണ്ടെന്ന് കണ്ടുപിടിച്ചത്. അന്ന് മുതൽ ഇവരുടെ മനസ്സിൽ കയറി. ആർക്കിയോളജി ചരിത്ര രേഖകളെല്ലാം മണ്ണിന്റെ അടിയിലാണ്. അപ്പൊ നമ്മൾ അച്ചാച്ചന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ ഭൂമി കുഴിച്ചു നോക്കണം. അല്ലെങ്കിൽ എന്ത് സ്ഥാനത്ത് തെങ്ങ്, ഇവിടെ പണ്ട് തെങ്ങുണ്ടായിരുന്നോ, ആ ഭൂമിയുടെ മുകളിൽ കുഴിച്ചു നോക്കണം, തെങ്ങുണ്ടോ നോക്കണം. ശരിയല്ല. യൂറോപ്യന്മാരെ അന്ധമായിട്ട് അങ്ങനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ യൂറോപ്യന്മാരുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രൈസ് പാർട്ണർ സ്കൂപ്പേഴ്സ് നമ്പർ 1 ഓഡിറ്റ് ഫിൽമിൽ ജോലി ചെയ്താണ്. അവരുടെ കൂടെ ജോലി ചെയ്തിട്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ധൈര്യം വന്നത്. ഇവിടുന്നല്ല, അവരെ ബഹുമാനിക്കുന്നു ഞാൻ. പക്ഷെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല.
കൃഷ്ണനെ ഉള്ളൂ. അതെങ്ങനെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം? ഭഗവാൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. 19-ാമത്തെ ശ്ലോകം 9-ാം അധ്യായം അതിൽ പറയുന്നുണ്ട്. മഴ പെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അഹം വർഷം നിഗൃഹ്ണാമി ഉത്സൃജാമി ച അമൃതം ച ഏവ മൃത്യുശ്ച സത് അസത് ച അഹമേവ ച. സത്തും അസത്തും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് വെച്ച് നമ്മൾ എല്ലാ അസത് സാധനങ്ങളും ഭഗവാനാണെന്ന് പറയുന്നത് ശരിയല്ല. ബഹു നേരത്തെ പറഞ്ഞു 8 കാലിയുടെ ഉള്ളിൽ നിന്നാണ് വല വരുന്നത്. ആ വല 8 കാലി എന്ന് പറയാൻ പറ്റും? 8 കാലിയുടെ ഊർജ്ജമാണ് വല. പശുവിനെ കറന്ന് പാലെടുത്തു, പാല് പശുവാണെന്ന് പറയാൻ പറ്റും? അതിന് മാറി ചിന്തിക്കണം. ഭഗവാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഭഗവാന്റെ ഊർജ്ജമാണ്. ഈ ബിഗ് ബാങ് തിയറിക്ക് ഇപ്പൊ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി സ്വാം അവഷ്ടവ്യ. എല്ലാം ഇത് എന്റെ പ്രകൃതിയാണ്. അത് 7-ാം അധ്യായത്തിലാണ് പറയുന്നത്. 7-ാം അധ്യായത്തിൽ നമ്മുടെ ശരീരത്തിനെ പറ്റി പറയുന്നുണ്ട്. 4-ാമത്തെ ശ്ലോകത്തിൽ ഭൂമിരാപോ അനലോ വായു ഘം മനോബുദ്ധിരേവച്ച അഹങ്കാര ഇതിയമ്മേ ഭിന്ന പ്രകൃതി നഷ്ടത. വളരെ പ്രസക്തമാണ്. ഭിന്ന പ്രകൃതി, എന്നിൽ നിന്നും ഭിന്നമായിട്ടുള്ള പ്രകൃതി 8 അപരേയ മിതസ്തു അന്യ പ്രകൃതി വിദ്യമേ പല ജീവഭൂത മഹാബാഹു യയേതം ധാര്യതേ ജഗത്. വേറൊരു എനർജി കൂടി ഉണ്ട്, എനിക്കൊരു വേറൊരു ഊർജ്ജം കൂടി ഉണ്ട്. അത് ജീവാത്മാക്കളാണ്. 7-ാം അധ്യായത്തിലെ 4-5 ശ്ലോകം വിസ്തരമായി കൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ വൈഷ്ണവന്മാർ എല്ലാവരെയും ബഹുമാനിക്കണം. സ്വാമിജി പറഞ്ഞു ആ ഒരു കമ്മീഷണറുടെ കാര്യം. അദ്ദേഹം വൈഷ്ണവനായിട്ട് പോലും എന്തിനാണ് ശിവന്റെ അടുത്തേക്ക് കൈലാസത്തിൽ പോകുന്ന ചോദിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അത് വൈഷ്ണവനല്ല, അദ്ദേഹത്തിന് അറിവില്ലായ്മ. അദ്ദേഹം വരും. കൃഷ്ണഭക്തർ എന്തെങ്കിലും ഒരു സമയത്ത് അത് പരിപൂർണത്തിലേക്ക് എത്തും, അത് ഉറപ്പാണ്. കൃഷ്ണൻ അങ്ങനെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വൈഷ്ണവാനം യഥാശംഭു എന്നൊരു ശ്ലോകമുണ്ട്. നിമ്ന ഗാനം യഥാ ഗംഗ ഗ്രന്ഥാനം, അതായത് അർത്ഥം പറഞ്ഞാൽ ഒഴുകുന്ന നദികളുടെ ഗംഗ. പിന്നെ 2-ാമത് പറയുന്നത് ഗ്രന്ഥങ്ങളുടെ ഭാഗവതം. 3-ാമത് വൈഷ്ണവാനാം യഥാ ശംഭു. ഉത്തമ വൈഷ്ണവൻ ശംഭുവാണ്. ആ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അദ്ദേഹം എന്തെങ്കിലും ഒരു ദിവസം ജീവിതത്തിൽ അത് മാറ്റി. ഒരുപക്ഷെ ഈ പറഞ്ഞവരെ ആനന്ദശൂരത്വം എന്ന് പറയും, അത് ശരിയല്ല. വിഷ്ണു ഭക്തന്മാർ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് കാണുന്നു, ബാക്കി എല്ലാവരെയും അതിന്റെ താഴെയുള്ള വ്യക്തികളായിട്ട് കാണും. ദേവീദേവന്മാർ വേറെയാണ്, ഭഗവാൻ വേറെയാണ്. പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന് ഒന്നേ ഉള്ളൂ. ഒരുപാട് മന്ത്രിമാരുണ്ട്, ഒരുപാട് എക്സിക്യൂട്ടീവ് സെക്രട്ടറിമാരുണ്ട്, ജോയിന്റ് സെക്രട്ടറിമാരുണ്ട്. അവരെല്ലാം നമ്മൾ ബഹുമാനിക്കണം. കാരണം എല്ലാം ഗവൺമെന്റിന്റെ ഭാഗമാണ്. പ്രധാനമന്ത്രി എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോയിട്ട് എടാപെടാന്ന് വിളിച്ചാൽ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. ബഹുമാനിക്കണം അവരെ. അതുകൊണ്ടാണ് ചൈതന്യ ശിക്ഷാഷ്ടകത്തിലെ 3-ാം ശ്ലോകത്തിന് ഒരു വൈഷ്ണവന്റെ ഗുണത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഞാനൊരു പുൽക്കൊടിയേക്കാളും താഴെയാണെന്ന് മനസ്സിൽ ഉള്ളിൽ. പുൽക്കൊടിയിൽ താഴെ ഒന്നുമില്ല. കൊടുങ്കാറ്റ് വന്ന പുൽക്കൊടിക്കൊന്നും പറ്റില്ല. പിന്നെ അടുത്തത് മരത്തിനേക്കാളും സഹിഷ്ണുത, സഹനശക്തി. പിന്നെ എല്ലാവർക്കും ബഹുമാനം നൽകുക. കാരണം എല്ലാവരിലും സർവഭൂത സ്ഥിതം യോമാ ഭജത്യേകത്തിട്ട് പറയുന്നില്ല ആരും. കരുണാകര മത്സരനായ ഭഗവാനെ, ആദ്യം മുതലേ ഉണ്ടായിട്ടുള്ള ഭഗവാനെ, അങ്ങനെ ഒരുപാട് 30 ശ്ലോകങ്ങളുണ്ട്. ഓം നമോ ഭഗവതി തസ്മൈ യദഏതശ്ചിതാത്മകം പുരുഷായ ആദിബീജായ പരേശായ ധീമഹി. അങ്ങനെ തുടങ്ങി പേര് പറയുന്നില്ല. അപ്പോ ബ്രഹ്മാവത് കേട്ടു, ശിവനത് കേട്ടു, ഇന്ദ്രൻ, ചന്ദ്രൻ, അഗ്നി. പക്ഷെ അവർക്ക് ആർക്കും ആ വിളിച്ച പേരുകൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല വരാൻ വേണ്ടിയിട്ട്. അവസാനം ഭഗവാൻ ഗരുഡന്റെ പുറത്ത് വന്നു. അത് വേറെ തെളിവാണ്. ഇവിടെ എല്ലാം 18 പുരാണങ്ങളിലും ഭഗവാൻ എന്ന് പറയുന്നതെല്ലാം ശ്രീകൃഷ്ണനെയാണ്. മഹാവിഷ്ണുവിനെ ഗീതാമഹാത്മ്യം പറയുന്ന വരാഹ പുരാണത്തിൽ ഭൂമിയിലേക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീ വിഷ്ണു രുവാച എന്നാ പറയുന്നത്. ഇതെല്ലാം എഴുതിയത് വ്യാസദേവനാണെന്ന് അംഗീകരിക്കുന്ന പക്ഷം ഇതും അംഗീകരിക്കണം. ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകമുണ്ട്. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിത. ഞാനാണ് എല്ലാത്തിൻ്റെയും ഉദ്ഭവസ്ഥാനം. ഈ
ഈ പ്രപഞ്ചമല്ല, അതിൻ്റെ മുകളിൽ ഈ ലോകത്തിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഞാൻ കാരണമാണ്. ഇത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാർ എന്നെ ഉള്ളൊഴിഞ്ഞ് ആരാധിക്കുന്നു എന്ന് പറയുന്ന ശ്ലോകമാണ് 10-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. 10, 8, 9, 10, 11 ഈ 4 ശ്ലോകങ്ങളിലെയും അർത്ഥം ഉൾക്കൊണ്ട്, താത്വികം മാത്രമല്ല എല്ലാ തലത്തിലും ഉൾക്കൊണ്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കി ഈ 4 ശ്ലോകങ്ങൾ മാത്രം ചൊല്ലി വായിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത മുഴുവൻ ചൊല്ലിയതിന് തുല്യമാണെന്ന് പറയും. അതും ഒരു രഹസ്യമാണ്. ഹരേ കൃഷ്ണ മന്ത്രശക്തി. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നവർ നമ്മുടെ ഗുരുവായൂരമ്പലത്ത് ആരും ചോദിച്ചിട്ട് ഇസ്കോൺകാരൻ അമേരിക്കയിൽ ഉണ്ടാക്കിയതാണോ? അല്ല. ഈ ഗുരുവായൂർ അമ്പലത്തിന് ജനമേജയുടെ കാലം മുതൽ ഇന്ന് ചൊല്ലുന്നതാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്ധർണ ഉപനിഷത്താണ്. കലികാലത്ത് കാപട്യവും കലഹവുമാണ് വളരെയധികം ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മനുഷ്യർക്ക് വഴി എന്ന് നാരദ മഹർഷി ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞിട്ടില്ല. ഇതി ഷോഡശകം നാം കലി കൽമഷനാശനം നാഥഃ പരതരോപായ സർവവേദേഷു ദൃശ്യതേ. എല്ലാ വേദങ്ങളും പരിശോധിച്ചാലും കലികാലത്തിന്റെ ഈ കൽമഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിലും നല്ല വേറൊരു ഉപായമില്ല. അത് പക്ഷേ 525 കൊല്ലം മുമ്പ് ചൈതന്യ മഹാപ്രഭു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അതിനെ ഹരേ കൃഷ്ണ എന്നാക്കിയിട്ട്, സാധാരണക്കാർക്ക്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും. ഇന്ന് ഇന്ത്യക്ക് പുറത്ത് ഹിന്ദുക്കളല്ലാത്ത 5 കോടി കൃഷ്ണഭക്തന്മാരുണ്ട്. അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാർസി, പച്ച മനുഷ്യന്മാർ, എല്ലാത്തരം ആൾക്കാരുണ്ട്. അവരൊക്കെ വളരെ ദൃഢപ്രതരാണ്. എങ്ങനെ സംഭവിച്ചത്? ഈ മന്ത്രശക്തി കൊണ്ടാണ്. അമേരിക്കൻ ഹൈക്കോടതിയിൽ കേസ് ജയിച്ചത് ഭഗവത്ഗീത എന്ന് മാത്രം വാദിച്ചിട്ടാണ്. 1971 സുപ്രീം കോടതിയിലും ഭഗവത്ഗീത എന്ന് മാത്രം വാദിച്ചിട്ട് കേസ് ജയിച്ചു. പക്ഷെ നമ്മളെ മാധ്യമങ്ങളിൽ അത് വരികയാണ്. മാധ്യമങ്ങളിൽ കൃഷ്ണനെ മോശമായിട്ട് വന്നത് പറയുകയാണെങ്കിൽ അത് ഉടനെ വരിക. പക്ഷെ പുകഴ്ത്തി പറയുന്നത് അത്ര മാധ്യമങ്ങൾക്കും അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ പിന്നെ ഹിന്ദു വോട്ട് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ അത്ര മോശം കളിക്കുന്നത്. അങ്ങനെ ആയിപ്പോയി. അതൊക്കെ ഒരു കലികാലത്തിന്റെ ഭാഗമാണ്. പക്ഷെ കലികാലത്ത് നമുക്ക് ചെയ്യാവുന്നത് ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ ചൊല്ലുന്ന അതേ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കലാണ്. അതിന് ശക്തിയുണ്ട്. അമേരിക്കയിൽ ഡ്രഗ്സ് അടിച്ച് കിടന്ന പിള്ളേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ മന്ത്രം ജപിച്ചിട്ടുണ്ട്. പോലീസുകാർ അവരെയും കൊണ്ട് ഡിസ്കൗണ്ട് കൊണ്ട് വരുമായിരുന്നു 70കളിൽ. ഒന്ന് രക്ഷിക്കണം ഇവരെ. നടന്ന സംഭവങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് രക്ഷിക്കണം ഇവരെ ഈ ഡ്രഗ്സ് മയക്കുമരുന്ന് ഉപയോഗം രക്ഷപ്പെടുത്താൻ ഞങ്ങൾ $millions ചെലവാക്കിയിട്ടും സാധിച്ചിട്ടില്ല. നിങ്ങളാണ് രക്ഷ. നിങ്ങളൊരു പലരും നന്നായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളെ ക്രൈം റെക്കോർഡ്സ് ഈ പണ്ട് ഉണ്ടായിരുന്നവരൊക്കെ ക്രൈമൊക്കെ പോയി. ഇപ്പോൾ അവർ ഈ ജപം കൊണ്ട് നിങ്ങൾ എന്താ മാജിക് ചെയ്യുന്നതെന്ന് അറിയില്ല. അത് ഇവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് ഈ ഡ്രഗ്സ് അടിച്ച പിള്ളേരെ കൊണ്ടുവരുന്നത് പോലീസുകാർ. ഇതെല്ലാം അമേരിക്കൻ റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ്സിലും പിന്നെ ലീഗൽ റെക്കോർഡ്സിലും എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം, ശങ്കരാചാര്യമായിട്ട് നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അദ്ദേഹം അവസാനം പറഞ്ഞെന്താണ്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മോടപതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുകൃഞ്ചകരണേ ഭജ ഗോവിന്ദം. അത്രേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അവസാന കാലത്ത് വ്യാകരണം ഒന്ന് രക്ഷിക്കാൻ പോലില്ല, ഗോവിന്ദനെ ഭജിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഞങ്ങളും പറയുന്നു. ഗുരുപരമ്പരയില് നമ്മളത് മധ്വ ഗൗഡീയ സമ്പ്രദായം. മധ്വാചാര്യര് വ്യാസദേവന്റെ അടുത്ത് ഉത്തരബദരിയിൽ പോയി ദീക്ഷ സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ വന്നിട്ട് നാട്ടില് ഈ തത്വം കറക്റ്റായിട്ട് പറഞ്ഞത്. ശങ്കരാചാര്യൻ നമുക്ക് ഗുരുവാണ്, മധ്വാചാര്യൻ ഗുരുവാണ്. മധ്വാചാര്യൻ പറയാൻ പ്രായോഗിക തലത്തിൽ പറഞ്ഞു മാത്രം. അതുകൊണ്ടാണ് ഇത് മധ്വ ഗൗഡീയ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. മധ്വാചാര്യര് വായുപുത്രനായിരുന്നു. അപ്പോ ബ്രിട്ടീഷുകാർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ലോകത്തിൽ സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അവർക്ക് എല്ലാത്തിനെ പറ്റിയിട്ട് വലിയ അറിവില്ല. ഇപ്പോഴവർ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. എൻ്റെ മരുമകളുടെ കുട്ടി, അവർ മരുമകൾ അയർലൻഡിലാണ്. ഇന്ന് അവളുടെ ഹൈലി കത്തോലിക് ഡോമിനേറ്റഡ് അയർലൻഡില് കത്തോലിക് നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. ഒരു ഗർഭിണി മരിച്ചു, ഗർഭചിത്രം അനുവദിക്കാത്തതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് ആ അയർലൻഡില് ഇന്ന് എൻ്റെ ചെറിയ മരുമകൻ
കേശവ് പഠിക്കുന്ന സ്കൂളിൽ ഭഗവത്ഗീത ശ്ലോകങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ പാശ്ചാത്യര് ബുദ്ധിമാന്മാരായതുകൊണ്ട് അവർ ഭാരതത്തിലേക്ക് നോക്കുന്നു, ഭാരതത്തിലേക്ക് തിരിഞ്ഞു വരുന്നു. ഇവിടെ നിർഭാഗ്യവശാൽ ഞാനൊന്നും പറയുന്നില്ല, അത് കലികാലത്തിന്റെ ഒരു വിശിഷ്ടമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെയാണ് ഏറ്റവും അധികം സനാതന ധർമ്മം വെല്ലുവിളി നേരിടുന്നത്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടിയൊരു അവസരമാണ് ഭഗവാനെ കൊണ്ട് ബാധിക്കാൻ വേണ്ടിയിട്ട്. വിശ്വാസി അവിശ്വാസി, വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. വിശ്വരൂപം കാണിച്ചു കൊടുത്തു. എല്ലാ ശ്ലോകങ്ങളും മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് അർജുനോട് പറയാണ്, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയാ വിമൃശൈത അശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇങ്ങനെ ഞാൻ എന്നെപ്പറ്റി ഉന്നതവും രഹസ്യവുമായിട്ടുള്ള ജ്ഞാനം നിനക്ക് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതിനെപ്പറ്റി സമഗ്രമായി ആലോചിച്ചിട്ട് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഫുൾ ഡെമോക്രസി. ഡെമോക്രസിയുടെ ഓറിജിൻ എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ നിന്നാണ്. പിന്നെ തുല്യത. ഞാൻ കുട്ടിക്കാലത്ത് കമ്മ്യൂണിസ്റ്റായിരുന്നു. കമ്മ്യൂണിസത്തിലെ കൂടെ മാത്രമേ സാമൂഹിക നീതി വരുള്ളൂ എന്ന് വിചാരിച്ചത് കൂത്തുവെറുപ്പുകാരനാണ്. പക്ഷെ കാലക്രമേണ ഒരു മാറ്റം ഉണ്ടായി. കാടാമ്പുഴ അമ്പലത്തിന്റെ അനുഭവം ഉണ്ടായി. പിന്നെ ദുബായിൽ പോയിട്ട് ഹരേകൃഷ്ണ പ്രശ്നം ജപം കൊണ്ടാണ് എന്റെ മാറ്റം. അപ്പോ ഇവിടെ ഭഗവാൻ പറയുന്നു, നിനക്ക് ഫുൾ സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടുണ്ട്. പക്ഷെ പറയുന്നതാണ്, ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ചെയ്തു, നിരപരാധികളെ കൊന്നിട്ടുണ്ട്. ജരാസന്ധനെ കൊല്ലിക്കാൻ എന്താ കാരണം? എത്രയോ രാജാക്കന്മാരെ തടവിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജരാസന്ധൻ. അവരെയൊക്കെ ഇവർ പോയിട്ടാണ് മോചിപ്പിക്കുന്നത്. ഇതൊക്കെ ഭഗവാന്റെ തമാശകളാണ് സത്യം പറഞ്ഞാൽ. ഭഗവാൻ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന്റെ ഒരു മറുപടി ഉണ്ട് 10-ാം അധ്യായത്തിൽ. സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പതേ. 10-ാം അധ്യായത്തിലെ 15 എനിക്ക് തോന്നുന്നത്. 15-ാം ശ്ലോകം 16. അപ്പൊ അർജുനൻ പറയുന്നതാണ്, ഭഗവാനെ അങ്ങയുടെ ലീലകൾ എന്താണെന്ന് അങ്ങയ്ക്ക് മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ വല്ലാതെ പരീക്ഷിക്കാൻ നോക്കരുത്, ഭഗവാന്റെ ലീലകൾ അങ്ങനെയാണ്. പക്ഷേ സ്വന്തം ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടാൽ ഹൈജമ്പ് ചാടുമ്പോൾ ഈ വടി ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. എത്ര വരെ ഒരാൾക്ക് ചാടാൻ പറ്റും നോക്കുന്നത് പോലെ ഭഗവാൻ ഭക്തനെ പരീക്ഷിക്കും. അത് ദേവിയെ കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് 7-ാം അധ്യായത്തില് ദൈവീഹേഷ ഗുണമായി മമമായ ദുരത്യ മാമേവയെ പ്രപദ്യത്തെ മായാം ഏതാം തരന്തിനെ. 7-ാം അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകമാണ്. എന്റെ ഭക്തനെ ഞാൻ സംരക്ഷിക്കുന്ന ഭഗവാൻ ഒരു വാക്ക് പറയുന്നുണ്ട് 9-ാം അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകത്തില്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത് ശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല. ഭഗവാന്റെ വലിയൊരു വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് ഭീഷ്മർ ഇത് പരീക്ഷിക്കാൻ നോക്കി യുദ്ധരംഗത്ത് വെച്ചിട്ട്. ഭീഷ്മര് അർജുനനെ നിരായുധനാക്കി വേണമെങ്കിൽ അടുത്ത അസ്ത്രം അർജുനെ കൊല്ലാമായിരുന്നു. ആ സമയത്ത് ഭീഷ്മർക്ക് കാണേണ്ടതാണ് എന്താണ് ശ്രീകൃഷ്ണൻ ചെയ്യാം. ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഭീഷ്മർക്കല്ല. ഭീഷ്മർ ഉത്തമ ഭക്തനാണ്. അപ്പാണ് ഭഗവാൻ യുദ്ധത്തിന് മുൻപ് പറഞ്ഞ വാക്കൊക്കെ പറഞ്ഞു. ഞാൻ ആയുധം എടുക്കില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ തെറ്റിച്ചോണ്ട് രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടി രഥചക്രം എടുത്തുകൊണ്ട് ഓടി മുന്നോട്ടേക്ക് ഭീഷ്മരെ നേരെ. അർജുനാണ് കാല് കെട്ടിപ്പിടിച്ച് അങ്ങനെ ചെയ്യണ്ടേ, ഭഗവാൻ ആയുധം എടുക്കലേ എന്ന് പറഞ്ഞ് പിടിച്ച് വ്യതിരിപ്പിക്കുന്നത്. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭക്തവത്സനാണ്. ഗജേന്ദ്ര മോക്ഷത്തിൽ അത് തന്നെയാണ്. പക്ഷെ പരീക്ഷിക്കും. ഹൈജമ്പിന്റെ എക്സാമ്പിൾ ഓർത്താൽ ഇങ്ങനെ വടി ഇങ്ങനെ മുകളിലേക്ക് കാലൊടിക്കാനല്ല, എത്ര വരെ ഇവന് പോകാൻ പറ്റും, ഇവന്റെ ഭക്തി എത്ര ദൃഢമാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ആർക്കിയോളജി. ഈ യൂറോപ്യന്മാർക്ക് എന്ത് കുഴിച്ചിട്ട് നോക്കണം. കുഴിച്ചെടുക്കുന്ന മാത്രമേ അവർക്ക് തെളിവുള്ളൂ. ഭൂമിയുടെ മുകളിലുള്ളതൊന്നും അവർക്ക് തെളിവല്ല. എന്റെ അച്ചാച്ചൻ അത്രേ എനിക്കറിയുള്ളൂ. അച്ചാച്ചൻ്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവർക്കെല്ലാം കുഴിച്ചെടുക്കും. മോഹൻജദാരോ സിവിലൈസേഷൻ അത് അവിടുന്ന് കുഴിച്ചെടുത്തതാണ്. എല്ലാം കുഴിച്ചെടുക്കണം. എന്താ കാരണം? അവരെ മനസ്സിലത് കയറാൻ കാരണം, ഈ തെറ്റിദ്ധാരണ കയറാൻ കാരണം എന്താ വെച്ചാൽ, പോംപി എന്ന നഗരം ഇറ്റലിയിൽ വെസൂവിയസ് പൊട്ടിത്തെറിച്ചപ്പോൾ അത് മുഴുവൻ ലാവയിൽ മുങ്ങിപ്പോയി. എത്രയോ കാലം കഴിഞ്ഞിട്ട് അവിടെ ആരോ ഭൂമി എന്തോ ആവശ്യത്തിന് കുഴിക്കുമ്പോഴാണ് ഇങ്ങനൊരു നഗരം ഇതിന്റെ അടിയിലുണ്ടെന്ന് കണ്ടുപിടിച്ചത്.
അന്ന് മുതൽ ഇവരുടെ മനസ്സിൽ കയറി ആർക്കിയോളജി ചരിത്ര രേഖകളെല്ലാം മണ്ണിൻ്റെ അടിയിലാണ്. അപ്പൊ നമ്മൾ അച്ചാച്ചൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ ഭൂമി കുഴിച്ചു നോക്കണം. അല്ലെങ്കിൽ എന്ത് സ്ഥാനത്ത് തെങ്ങ് ഇവിടെ പണ്ട് തെങ്ങുണ്ടായിരുന്നോ, ആ ഭൂമിയുടെ മുകളിൽ കുഴിച്ചു നോക്കണം, തെങ്ങുണ്ടോ നോക്കണം. ശരിയല്ല. യൂറോപ്യന്മാരെ അന്ധമായിട്ട് അങ്ങനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ യൂറോപ്യന്മാരുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രൈസ് പാർട്ണർ സ്കൂപ്പേഴ്സ് നമ്പർ 1 ഓഡിറ്റ് ഫിലിമിൽ ജോലി ചെയ്താണ്. അവരുടെ കൂടെ ജോലി ചെയ്തിട്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ധൈര്യം വന്നത്. ഇവിടുന്നല്ല, അവരെ ബഹുമാനിക്കുന്നു ഞാൻ. പക്ഷെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. കൃഷ്ണനെ ഉള്ളൂ. അതെങ്ങനെ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഭഗവാൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. 19-ാമത്തെ ശ്ലോകം 9-ാം അധ്യായം അതിൽ പറയുന്നുണ്ട്. മഴ പെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അഹം വർഷം നിഗൃഹ്ണാമി ഉത്സൃജാമി ച അമൃതം ച ഏവ മൃത്യുശ്ച സത് അസത് ച അഹമേവ ച. സത്തും അസത്തും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് വെച്ച് നമ്മൾ എല്ലാ അസത് സാധനങ്ങളും ഭഗവാനാണെന്ന് പറയുന്നത് ശരിയല്ല. ബഹു നേരത്തെ പറഞ്ഞു 8 കാലിയുടെ ഉള്ളിൽ നിന്നാണ് വല വരുന്നത്. ആ വല 8 കാലി എന്ന് പറയാൻ പറ്റും. 8 കാലിയുടെ ഊർജ്ജമാണ് വല. പശുവിനെ കറന്ന് പാലെടുത്തു, പാല് പശുവാണെന്ന് പറയാൻ പറ്റും. അതിന് മാറി ചിന്തിക്കണം. ഭഗവാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഭഗവാന്റെ ഊർജ്ജമാണ് ഈ ബിഗ് ബാങ് തിയറിക്ക്. ഇപ്പം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി സ്വാം അവഷ്ടവ്യ. എല്ലാം ഇത് എന്റെ പ്രകൃതിയാണ്. അത് 7-ാം അധ്യായത്തിലാണ് പറയുന്നത്. 7-ാം അധ്യായത്തിൽ നമ്മുടെ ശരീരത്തിനെ പറ്റി പറയുന്നുണ്ട്. 4-ാമത്തെ ശ്ലോകത്തിൽ ഭൂമിരാപു അനലോ വായു ഘം മനോബുദ്ധിരേവച്ച അഹങ്കാര വിധിയമ്മേ ഭിന്ന പ്രകൃതി രഷ്ടത. വളരെ പ്രസക്തമാണ്. ഭിന്ന പ്രകൃതി, എന്നിൽ നിന്നും ഭിന്നമായിട്ടുള്ള പ്രകൃതി 8. അപരേയ മിതസ്തു അന്യ പ്രകൃതി വിദ്യമേ പര ജീവഭൂത മഹാബാഹു യയേതം ധാര്യതേ ജഗത്. വേറൊരു എനർജി കൂടി ഉണ്ട്, എനിക്കൊരു വേറൊരു കുറിച്ചും കൂടി ഉണ്ട്. അത് ജീവാത്മാക്കളാണ്. 7-ാം അധ്യായത്തിലെ 4-5 ശ്ലോകം വിസ്തരമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ വൈഷ്ണവന്മാർ എല്ലാവരെയും ബഹുമാനിക്കണം. സ്വാമിജി പറഞ്ഞു ആ ഒരു കമ്മീഷണറുടെ കാര്യം. അദ്ദേഹം വൈഷ്ണവനായിട്ട് പോലും എന്തിനാണ് ശിവന്റെ അടുത്തേക്ക് കൈലാസത്തിൽ പോകുന്ന ചോദിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അത് വൈഷ്ണവനല്ല, അദ്ദേഹത്തിന് അറിവില്ലായ്മ. അദ്ദേഹം വരും. കൃഷ്ണഭക്തർ എന്തെങ്കിലും ഒരു സമയത്ത് അത് പരിപൂർണത്തിലേക്ക് എത്തും, അത് ഉറപ്പാണ്. കൃഷ്ണൻ അങ്ങനെ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വൈഷ്ണവാനം യഥാശംഭൂ എന്നൊരു ശ്ലോകമുണ്ട്. നിമ്നഗാനം യഥാ ഗംഗ ഗ്രന്ഥാനം, അതായത് അർത്ഥം പറഞ്ഞ ഒഴുകുന്ന നദികളുടെ ഗംഗ. പിന്നെ 2-ാമത് പറയുന്നത് ഗ്രന്ഥങ്ങളുടെ ഭാഗവതം. 3-ാമത് വൈഷ്ണവാനാം യഥാ ശംഭു. ഉത്തമ വൈഷ്ണവൻ ശംഭുവാണ്. ആ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അദ്ദേഹം എന്തെങ്കിലും ഒരു ദിവസം ജീവിതത്തിൽ അത് മാറ്റി. ഒരുപക്ഷെ ഈ പറഞ്ഞവരെ ആനന്ദശൂരത്വം എന്ന് പറയും, അത് ശരിയല്ല. വിഷ്ണു ഭക്തന്മാർ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് കാണുന്നു, ബാക്കി എല്ലാവരെയും അതിന്റെ താഴെയുള്ള വ്യക്തികളായിട്ട് കാണും. ദേവീദേവന്മാർ വേറെയാണ്, ഭഗവാൻ വേറെയാണ്. പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന് ഒന്നേ ഉള്ളൂ. ഒരുപാട് മന്ത്രിമാരുണ്ട്, ഒരുപാട് എക്സിക്യൂട്ടീവ് സെക്രട്ടറിമാരുണ്ട്, ജോയിന്റ് സെക്രട്ടറിമാരുണ്ട്. അവരെല്ലാം നമ്മൾ ബഹുമാനിക്കണം. കാരണം എല്ലാം ഗവൺമെന്റിന്റെ ഭാഗമാണ്. പ്രധാനമന്ത്രി എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി പോയിട്ട് എടാപോടാന്ന് വിളിച്ചാൽ പ്രധാനമന്ത്രിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. ബഹുമാനിക്കണം അവരെ. അതുകൊണ്ടാണ് ചൈതന്യ ശിക്ഷാഷ്ടകത്തിലെ 3-ാം ശ്ലോകത്തില് ഒരു വൈഷ്ണവന്റെ ഗുണത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഞാനൊരു പുൽക്കൊടിയേക്കാളും താഴെയാണെന്ന് മനസ്സിൽ ഉള്ളിൽ. പുൽക്കൊടിയിൽ താഴെ ഒന്നുമില്ല. കൊടുക്കാറ്റ് വന്നാൽ പുൽക്കൊടിക്കൊന്നും പറ്റില്ല. പിന്നെ അടുത്തത് മരത്തിനേക്കാളും സഹിഷ്ണുത, സഹനശക്തി. പിന്നെ എല്ലാവർക്കും ബഹുമാനം നൽകുക. കാരണം എല്ലാവരിലും സർവഭൂത സ്ഥിതം യോമാം. വളരെ വലിയ വിഷമം ഉണ്ടാക്കുന്നു. ആ ഒരു യൂസ്ലെസ് ഫിലോസഫിയാണ് നമ്മളോട് പറയുന്നത്. അവൾ പറയുന്ന ഇതിപ്പോ എങ്ങനെയാണ് ഇത് നിങ്ങൾ അരമണിക്കൂർ ഇനി എത്ര ഇതിന്റെ ഒരു ക്രമം പറയുന്നത്? അത് കഴിഞ്ഞിട്ട് ആരും സംസാരിക്കും. അല്ല അതിനൊരു സമയമുണ്ട്, ഒരു ക്രമമുണ്ട്. ആരാണിത് ഇത്ര സംസാരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ 2 പേര് സംസാരിക്കുന്നില്ല, അത് കഴിഞ്ഞ് ഇനി അണ്ണാണോ സംസാരിക്കുക?
അതോ ആളുകൾക്ക് ഇനി വല്ല വെള്ളവും കുടിക്കണം, ഭക്ഷണവും അത് ശരിയാണ്. പിന്നെ ആളുകളുടെ ഇന്ററാക്ഷൻ, ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അതൊക്കെ ഉണ്ടല്ലോ. ഒരു ചർച്ചയ്ക്ക് നമുക്ക് 50 പേരുടെ വട പൊട്ടിച്ച് ഒരു വടയിൽ 4 ആക്കാലോ. ചായ പകുത്തൂടെ ഉണ്ണിമാഷ ചോദിച്ചതുപോലെ കഞ്ഞി കുടിക്കാൻ അറിയാം, ചോറ് വിളമ്പാൻ അറിയാം. അപ്പോ അത് പിന്നെ നമ്മൾ പിന്നെ നാട്ടിൽ നമുക്ക് ഭാരതത്തിൽ ഇപ്പൊ ക്യൂ നിന്നിട്ട് എല്ലാവർക്കും ശീലമാണ്. അപ്പൊ അതിനെ നമ്മൾ അങ്ങോട്ട് ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്ന് വിചാരിച്ചാൽ ഇത്രയും സമയം പോകുന്നു വിചാരിച്ചില്ല. എല്ലാവർക്കും വെള്ളം തേങ്ങത്തിൽ എല്ലാവർക്കും എത്തിക്കണം. കുപ്പി വെള്ളം മേടിച്ചു അത് വിട്ടുപോയതാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം ശരി പറഞ്ഞ മാതിരി അതൊരു ചെറിയ ഒരു എന്താ പറഞ്ഞത് ഇങ്ങനെ വരുന്നതിന് കണക്കറിയാത്ത ആര് എത്ര സംസാരിക്കും, അത് കഴിഞ്ഞ് ആര് സംസാരിക്കും, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യോത്തരങ്ങൾ എങ്ങനെയാണ്. മോഡറേറ്റർ വലിയൊരു ആചാര്യനാണ്. അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നതിൽ തന്നെ നമുക്ക് വിഷമം. അദ്ദേഹത്തിന് ഈ വിഷയം നല്ല അഗാധമായ അറിവുകളാണ്. ഭാഗവതാചാര്യനാണ്. സ്വാമിജി ഒറ്റ പറ്റി ഞാനിപ്പോ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഓവർ. യഥാതരോർമൂല നിഷേചനേന തൃപ്ത്യന്തി തത്സ്കന്ധ ഭുജോഗശാഖ പ്രാണോപഹാരാർത്ഥ യഥേന്ദ്രിയാണ് തദൈവ സർവാർഹണം അച്യുതേച്ച്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭരിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദേവീദേവന്മാരും സന്തുഷ്ടരാകും എന്നുള്ളൊരു ശ്ലോകമാണ് ഭാഗവതനാണ്. എങ്ങനെയാണ് ഉദാഹരണം പറയുന്നത്? മരത്തിന്റെ വേരിൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൊമ്പ്, ഇലകൾ, പൂക്കൾ ഒക്കെ എത്തുന്നത് പോലെ വെള്ളവും വെള്ളം അവിടെ ചുറ്റോളും. വയറിന് ഭക്ഷണം എത്തിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാ സത്യവും വയറിന് അവിടെ ദഹിപ്പിച്ചെത്തിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭരിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദേവീദേവന്മാരും സന്തുഷ്ടരാവും. അവരാരും അതിന് നമ്മളടുത്ത് പ്രതികാരത്തിനൊന്നും വരില്ല. ആ പേടിയും ഹിന്ദുക്കൾക്ക് വേണ്ട. ഹിന്ദുക്കൾ പൊതുവെ എങ്ങനെയാണ് ദൈവങ്ങളെ എന്നാ വിളിക്കുക. കാരണം എന്താ, ഇനിയിപ്പം ആ ദൈവം ഇനി വേണ്ട, ദൈവങ്ങളെ അതുകൊണ്ട് കല്ല് ദൈവം, മണ്ണ് ദൈവം അത് വേണ്ട. ഭഗവാൻ പറഞ്ഞ ശ്രീകൃഷ്ണനേ ഉള്ളൂ, ബാക്കി ദേവീദേവന്മാരാണ്. സ്വാമിജി പറഞ്ഞ ഈ പോയിന്റ്സ് ലോജിസ്റ്റിക്സ് ഇഷ്യൂ അത് ചില വന്നിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. അതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ പ്രൊഫഷണൽ ഡിബേറ്റ് നടത്തി ശീലമുള്ള ആൾക്കാരാണ്. പക്ഷേ വിഷ്ണു ഒറ്റ ഞാൻ കോമൺ സെൻസിന്റെ കാരണം ഈ ഒരു സമയക്രമം പാലിക്കുക. കാരണം നമുക്കും തിരുവനന്തപുരത്ത് എത്താനുള്ളതാണ്. നിങ്ങൾ വീണ്ടും ഒന്നാമത് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരാൾ ഒരു വിഷയത്തിൽ സംസാരിച്ച് നിങ്ങൾ ആ രീതിയിൽ വേണം. ഇത് നമ്മൾ ഒരു മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് താങ്കളോട് ചോദിച്ചു, താങ്കൾ കാര്യം കൊണ്ടുവന്ന് താങ്കൾ ഇല്ല പറഞ്ഞു. ഞങ്ങൾ നോട്ടീസ് അങ്ങോട്ട് അയച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് ഒബ്ജക്ഷനിൽ പറയാമായിരുന്നു. അല്ല, ഇത് നിങ്ങൾ ക്ലിയർ ആക്കണം. അല്ലെ ക്ലിയർ ആക്കണം. സമയം ആളുകൾ ഒരു ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റിയാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്ത് തരാം. If you can be silent for 1 second. അല്ല, ഇതിപ്പോ ഇത്രയും സമയം നമ്മൾ 10 മണിക്ക് തുടങ്ങിയിട്ട് 1:15 ഒരു മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കഴിഞ്ഞു, ഇനി താങ്കൾക്ക് സംസാരിക്കാം, അതിനുശേഷം ഞാനും സംസാരിക്കും. കേട്ടുകൊണ്ടിരിക്കാൻ ആളുകൾക്ക് ഇത് വേണം. തീർച്ചയായിട്ടും ഞങ്ങൾ അറേഞ്ച് കാരണം നമുക്കേ ഇത് കേൾക്കുമ്പോൾ കുറച്ച് തലവേദനിക്കുന്നു. ശരി, അത് അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. കാരണം എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓക്കെ, ഇദ്ദേഹത്തിന് കഴിഞ്ഞു, താങ്കൾക്ക് തുടങ്ങാം. ഇതെല്ലാം പറയാം. അതിനുശേഷം എൻ്റെ റിപ്ലൈ ഉണ്ടാവും.